സിനി ഫയൽസ്. ഒരു 4-5 ഉപദേശത്തോടു കൂടിയാണ് ഇന്നത്തെ റിവ്യൂ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഉപദേശം മെയിനായിട്ട് കൊടുക്കുന്നത് നിലവിലുള്ള ഡയറക്ടേഴ്സ്, ഇനി സിനിമ ചെയ്യാൻ പോകുന്ന ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർ, അതുപോലെ സിനിമ സ്വപ്നം കണ്ടു തുടങ്ങുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഉപദേശിക്കാൻ ഞാൻ ആരാന്നുള്ള ചോദ്യം വേണ്ട, ചിന്തയും വേണ്ട. ഞാൻ സാധാരണ ഒരു സിനിമ ആസ്വാദക മാത്രമാണ്. കണ്ടിന്യൂസ് ആയി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ആ കൂട്ടത്തിൽ ഞാൻ ഇന്ന് മഹേഷ് മധു, പുതിയ ഡയറക്ടറാണ്, നവാഗതനായിട്ടുള്ള മഹേഷ് മധു ഡയറക്ട് ചെയ്തിട്ടുള്ള എന്ന് സ്വന്തം പുണ്യാൾ എന്ന് പറയുന്ന സിനിമ കണ്ടു. നമ്മുടെ അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ, ഇവർ 3 പേരുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഇവരുടെ ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പറഞ്ഞേ മതിയാവൂ, പറഞ്ഞേ തീരും തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട 4-5 പോയിന്റ്സ് ആണ്. അത് ഞാൻ ആദ്യം പറയാം. നമ്പർ 1, നമ്മളൊരു സിനിമ ചെയ്യാൻ പോകുന്ന സമയത്ത്, അത് കഥയൊക്കെ കേൾക്കുന്ന സമയത്ത്, അതൊരു ഷോർട്ട് ഫിലിമിൽ ഒതുക്കാൻ പറ്റിയ കഥയാണോ, അതും ഒരു 10-15 മിനിറ്റിനുള്ളിൽ വളരെ ഈസി ആയിട്ട് പറഞ്ഞു തീർക്കാവുന്ന ഒരു വിഷയമാണെങ്കിൽ ദയവ് ചെയ്ത് അതിനൊരു സിനിമ ആക്കാതിരിക്കാൻ ട്രൈ ചെയ്യുക. നമ്പർ 2, നിങ്ങൾ അത് ട്രൈ ചെയ്യുകയാണെങ്കിൽ തന്നെ അത് വലിച്ചു നീട്ടി പറയാണ്ടിരിക്കാൻ ട്രൈ ചെയ്യുക. നമ്പർ 3, വലിച്ചു നീട്ടി പറഞ്ഞാലും വെറുപ്പിക്കാണ്ട് പറയാതിരിക്കാൻ ട്രൈ ചെയ്യുക. നമ്പർ 4, നിങ്ങൾ അതിലേക്ക് അഭിനയിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റുകൾ കൊണ്ടുവരുന്ന സമയത്ത് അത് കഥയ്ക്കും കഥാപാത്രത്തിനൊക്കെ യോജിക്കുന്ന അഭിനേതാക്കളാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തുക. നമ്പർ 5, നിരത്തി പിടിച്ച് ടെസ്റ്റുകൾ കൊടുക്കാതിരിക്കുക. 1-2 ഓക്കെ, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരുപാട് ടെസ്റ്റ് പരിപാടി ആയി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മടുക്കും, കല്ല് കടിയാവും, ഭയങ്കരമായിട്ടുള്ള ഒരു ബോറടിപ്പിക്കൽ പരിപാടിയാവും. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഉപദേശങ്ങൾ. ഇതൊക്കെ ചെയ്യാതിരുന്നാൽ സിനിമ കുറെ കൂടി മെച്ചപ്പെടുത്താൻ സാധിക്കും. അപ്പം എന്ന് സ്വന്തം പുണ്യാളൻ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാലു വർഗീസ് ആണ് സിനിമയിലെ പ്രധാന നായകനായിട്ട് വന്നിട്ടുള്ളത്. ബാലു വർഗീസിന്റെ ക്യാരക്ടർ ഒരു വൈദികനാണ്. അമ്മ ചെറുപ്പത്തിലെ തന്നെ വൈദികനാവാൻ വേണ്ടിയിട്ട് മകനെ നേർച്ച നേർന്നു. അതിനനുസരിച്ച് വൈദികനായി പോയ മകൻ. അപ്പൊ അയാളുടെ ഒരു പള്ളിക്കകത്ത് നടക്കുന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് ഒട്ടുമിക്ക സീനും പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇതൊന്നും അല്ല കാണിക്കുന്നത്. അത് വേറൊരു കാലഘട്ടമാണ് കാണിക്കുന്നത്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവം കാണിക്കുന്നുണ്ട്. മെസോപ്പൊട്ടോമിയൻ സംസ്കാരം, അവിടുത്തെ രാജാവ്, അദ്ദേഹത്തിന്റെ പടവാള്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് വന്ന് കുറെ VFX പരിപാടിയൊക്കെ കാണിച്ചിട്ട് VFX ഒക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഒരു തമിഴ് തെലുങ്ക് മൂവിയുടെ ആ ഒരു ഫീലൊക്കെ വരും. പക്ഷെ കുറച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് എവിടേക്കോ പണ്ടത്തെ വിനയൻ ഡയറക്ട് ചെയ്തിട്ടുള്ള അതിശയൻ സിനിമയ്ക്കായിട്ട് സാമ്യം തോന്നും. അത് ടെക്നിക്കലി കുറച്ച് ക്വാളിറ്റി കുറവ് വന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു വർഷത്തെ സിനിമ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. സിനിമയുടെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് വരേക്കും അനാവശ്യമായിട്ട് വലിച്ചു നീട്ടി പറയാണ് ചെയ്യുന്നത്. എന്തായാലും ഇവർ പറയുന്ന സംഭവങ്ങളൊന്നും നമുക്ക് വിശ്വസനീയമല്ല. ഒട്ടും വിശ്വസനീയമല്ലാത്ത സംഭവങ്ങൾ അത്രയും വിശ്വസനീയമല്ലാത്ത രീതിയിലാണ് ഇവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് സ്പൂൺ ഫീഡ് ചെയ്യുന്ന സംഭവമാണ്. കുറേ സ്പൂൺ ഫീഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് തന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യത്തിൽ എനിക്ക് വളരെ റോങ് ആയിട്ട് ഫീൽ ചെയ്ത പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിനകത്ത് അഷ്റഫ് ചെയ്യുന്ന ഒരു പള്ളിയിലച്ഛനുണ്ട്, വല്യച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ആ വല്യച്ഛൻ ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയൊക്കെ നോക്കുകയാണെങ്കിൽ, പറഞ്ഞത് സ്ക്രിപ്റ്റിലൂടെ ഒക്കെ ബിൽഡ് ചെയ്ത രീതി നോക്കുകയാണെങ്കിൽ അങ്ങ് വേറെ ലെവലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു ക്യാരക്ടർ അഷ്റഫിലേക്ക് വരുന്ന സമയത്ത് ആ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഡയലോഗ്സ് കൊണ്ടൊക്കെ ആണെങ്കിലും ആ ഒരു പോലെ അത് ഭയങ്കരമായിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന പോലെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ഹാഫ് വരേക്കും നമ്മൾ ഒരുവിധം സഹിച്ച് കണ്ടിരിക്കുകയാണ്. അതും ബാലു വർഗീസിന്റെ പെർഫോമൻസ് ആണെങ്കിൽ ഭയങ്കര കഷ്ടപ്പെടുത്തുന്ന അഭിനയമാണ്. ബാലു വർഗീസ് കഷ്ടപ്പെടുത്ത് അഭിനയിച്ചിട്ട് പുള്ളി ഒരേ അഭിനയമാണ്. ബാലു കുറേ സിനിമകളിൽ കാണിച്ചിട്ടുള്ള അഭിനയം തുടക്കം മുതൽ ഇങ്ങനെ കാണിച്ച് നമ്മളെ വീർപ്പ് മുട്ടിക്കുകയാണ്. അതായത് ക്യാരക്ടർ അല്ല വീർപ്പ് മുട്ടിക്കുന്നത്, ബാലുവിന്റെ അഭിനയത്തിന്റെ വെറുപ്പിക്കലാണ് നമ്മളെ വീർപ്പ് മുട്ടിക്കുന്നത്. അങ്ങനെ വെറുപ്പിച്ച സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എത്തുമ്പോഴാണ് ഇതുവരെ കണ്ടതൊക്കെ വെറും സാമ്പിൾ മാത്രമാണ്, ഇതിനേക്കാൾ വലിയ വെറുപ്പിക്കൽ വേറെ വരുന്നുണ്ടെന്ന് സൂചന തന്നുകൊണ്ട് അർജുൻ അശോകനെ കാണിക്കുന്നത്. അർജുൻ അശോകന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാവുന്നതിന് അപ്പുറത്തേക്കുള്ള വെറുപ്പിക്കലാണ്. ഇവർ കുറെ കോമഡി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഒരു കോമഡി പോലും ഒരിടത്തും വർക്കായിട്ടില്ല. അൻഷർ ചെയ്യുന്ന ക്യാരക്ടറും ഇതുപോലെ തന്നെയാണ്. അങ്ങനെ സിനിമ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞാൽ പിന്നെയാണ് ഈ ട്വിസ്റ്റ് പരിപാടി തുടങ്ങുന്നത്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് കാണിച്ചിട്ട് നമ്മളങ്ങ് മുഷിപ്പിച്ച് കളയാണ്. അങ്ങനെ കട്ടയ്ക്ക് അർജുൻ അശോകന്റെ വെറുപ്പിക്കലും ബാലു വർഗീസിന്റെ കഷ്ടപ്പെടുത്തലും അനശ്വര രാജന്റെ ദയനീയമായ അഭിനയം കൊണ്ട് സിനിമ നമ്മളങ്ങ് തളർത്തി കളയുന്ന അവസ്ഥയാണ്. ഈ സിനിമ എങ്ങനെയൊക്കെ തീർന്ന് കിട്ടിയാൽ മതി എന്നൊരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. അതീ പറഞ്ഞ പോലെ ആദ്യം ഞാൻ പറഞ്ഞ കുറേ പ്രശ്നങ്ങൾ ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസിന്റെ പ്രശ്നം വരുന്നുണ്ട്. അനാവശ്യമായ സിറ്റുവേഷൻസ് വളരെ ചുരുക്കി പറയാവുന്ന ഒരു വിഷയമായിരുന്നു. അത് 2-2.5 മണിക്കൂർ വലിച്ചു നീട്ടിയിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സിനിമ ഒരു വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് തീർക്കുകയാണ്. അതുപോലെ രഞ്ജി പണിക്കര് ഒരു അച്ഛൻ റോൾ ചെയ്തിട്ടുണ്ട്. അൽത്താഫ് കപ്പിയാരായിട്ട് വന്നിട്ടുണ്ട്. ഈ രഞ്ജി പണിക്കരുടെ ക്യാരക്ടറും ഇതുപോലെ അഭിനയിച്ച് വെറുപ്പിക്കുന്ന കഥാപാത്രം വെറുപ്പിക്കല്. അൽത്താഫിന്റെ പെർഫോമൻസ് ആണെങ്കിൽ എല്ലാ സിനിമയിലും പോലെ തന്നെ ഒരു മാറ്റമില്ല. അൽത്താഫ് കുറെ കാലങ്ങളായിട്ട് എല്ലാ സിനിമയിലും കാണിക്കുന്ന പെർഫോമൻസിന് ഒരു മാറ്റമില്ല. പക്ഷെ ഇതിനകത്ത് എല്ലാവരും മത്സരിച്ച് വെറുപ്പിക്കുകയാണ്. അത് മാത്രമാണ് ആകെ കാണുന്ന ഒരു മാറ്റം. പിന്നെ ഒരു വലിയ പോസിറ്റീവ് സിനിമയ്ക്കകത്തുണ്ട്. അനശ്വര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആക്ഷൻ സംഭവം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ ആ ഒരു ആക്ഷൻ കാര്യങ്ങളൊക്കെ
അത് നല്ല രസമുണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ. നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവർ ആക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം പൊതുവേ പെൺപിള്ളേരൊന്നും മലയാളത്തിൽ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ അനുശ്വരയുടെ ആ ഒരു ആക്ഷൻ സംഭവമൊക്കെ ചെയ്തപ്പം ആ ഒരു ഫ്ലെക്സിബിലിറ്റി കണ്ടിട്ട് നമുക്ക് കൊള്ളാം എന്നുള്ളൊരു ഫീലൊക്കെ വന്നിട്ടുണ്ട്. ഈ സിനിമയുടെ തിരക്കഥ ചെയ്തിട്ടുള്ളത് സാംജി ആന്റണിയാണ്. സാംജി ആന്റണിയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതും ഈ ഒരു സ്ക്രിപ്റ്റ് ഈ പറഞ്ഞ പോലെ ചെറിയൊരു വിഷയത്തെ വലിച്ചു നീട്ടി പറയാനുള്ളൊരു പെടാപാടാണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. അനാവശ്യമായ കുറേ സീനുകൾ ആഡ് ചെയ്തു, അനാവശ്യമായിട്ട് സ്പൂൺ ഫീഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറയാൻ ട്രൈ ചെയ്തു. അത്രയ്ക്കൊന്നും ആവശ്യമില്ല, അത്രയും സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം ഡയലോഗ്സിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും പുള്ളി ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ള പല കാര്യങ്ങളും വർക്കായിട്ടില്ല. രണദീപയാണ് DOP ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന സംഭവം തന്നെയാണ് പുള്ളി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവം ഒന്നും പറയാനില്ല. പിന്നെ എഡിറ്റർ സോബിൻ സോമന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് മാച്ച് കട്ട് പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. ഈ എഡിറ്റോറിയൽ സൈഡ് അറിയുന്നവർക്ക്, ടെക്നിക്കൽ സൈഡൊക്കെ അറിയുന്നവർക്ക് മാച്ച് കട്ട് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പം അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു മൂവിയായിട്ട് ഫീൽ ചെയ്തു. ഇപ്പൊ ഇങ്ങനെ മാച്ച് കട്ട് ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി കൊണ്ടുപോയി വെച്ചിട്ടുള്ള മൂവി ഇപ്പോൾ ഞാൻ അടുത്തൊന്നും വേറെ കണ്ടിട്ടില്ല. അപ്പൊ സിനിമയെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ. വളരെ ചുരുക്കി പറയാവുന്ന ഒരു ഷോർട്ട് ഫിലിമിന്റെ സബ്ജക്ട് എടുത്ത് വലിച്ചു നീട്ടി 2-2.5 മണിക്കൂർ പ്രേക്ഷകരെ പിടിച്ചിരുത്തി ക്ഷമ പരീക്ഷിച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.